ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിഫ്റ്റി അത്രമാത്രം ഒരു വലിയ ലെവലിലൊന്നും പോയില്ല. ഒരു 10 പോയിൻറ്റിൻ്റെ ഗെയിനോട് കൂടി കുറച്ച് വോളറ്റൈലായിരുന്നു മാർക്കറ്റ് എന്ന് പറയാം. 10 പോയിൻറ്റിൻ്റെ അപ്സൈഡോട് കൂടി 18,125 ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ സെൻസെക്സിലും ഏകദേശം ഒരു 145 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മാത്രമാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 868 പോയിൻറ്റിൻ്റെ അപ്സൈഡോട് കൂടിയാണ് ഇന്നത്തെ ക്ലോസിംഗ്. നിഫ്റ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 17,900 to 950 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സോൺ ഹോൾഡ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് നിഫ്റ്റി മേടിച്ചിട്ടുണ്ടായിരുന്ന 17,968 എന്ന് പറയുന്ന ഒരു ലോ ആണ്. അതുതന്നെ 18,241 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിലാണ് നിഫ്റ്റി, അല്ലെങ്കിൽ ഒരു ഹയർ എൻഡിലാണ് ഇന്ന് നിഫ്റ്റി വന്നത്. സോ ഇപ്പോഴും ഇന്നത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് ഡെറിവേറ്റീവ് ഡാറ്റാസ് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് സെയിം സപ്പോർട്ട്സ് റെസിസ്റ്റൻസ് ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യത. 18,050 to 17,950 to 18,000 എന്ന് പറയുന്ന ലെവലിൽ തന്നെയാണ് നിഫ്റ്റിക്ക് അടുത്ത സപ്പോർട്ടായിട്ടുള്ളത്. അതുപോലെ 18,300 to 350 കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസ്, ആ ഒരു ലെവലിലെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ ഡെറിവേറ്റീവ് ഡാറ്റാസ് നൽകുന്നത്. സോ ഇതൊരു കാര്യം. രണ്ടാമത്തത് ഫണ്ട് ബൈയിങ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് FIIസിൻ്റെ ഭാഗത്തു നിന്നും 2,459 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് 2,390 കോടി രൂപയുടെ ബൈയിങ്ങും വന്നിട്ടുണ്ട്. കൂടുതലായിട്ടും FII ഇൻഡെക്സിൽ അവരുടെ സെല്ലിംഗ് പൊസിഷനിലാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷനിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചറിലും FIIസ് ബൈയിങ് പൊസിഷനിലായിട്ടാണ് കാണുന്നത്. സോ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള നിഫ്റ്റി മൂവ്മെൻറ്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ കാണാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ റിലയൻസിലും അതുപോലെ തന്നെ ICICI ബാങ്കിലും നല്ല റിസൾട്ടുകൾ കണ്ടു, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കണ്ടു. റിസൾട്ടിൽ റിലയൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓൾറെഡി പൊസിഷൻ ബിൽഡപ്പ് ആയിരുന്നു. വെള്ളിയാഴ്ച മുതൽ ICICI ബാങ്കിലും റിലയൻസിലും പൊസിഷൻ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അതിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് റിലയൻസ് പോലുള്ള സ്റ്റോക്കുകൾ ഇന്ന് കാണുകയുണ്ടായി. നേരെ മറിച്ച് IT സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾക്ക് നേരിട്ട് കണ്ടത്. എല്ലാ മെയിൻ IT സ്റ്റോക്കുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. നേരെ മറിച്ച് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻഡെക്സുകളിൽ ഇന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഒരു ബൈയിങ് തിരിച്ചു വരുന്നതായിട്ട് കണ്ടത്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഏകദേശം 529 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും 257, അതായത് 2.3% ഇടിവോളം രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വൊളറ്റാലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ള വിക്സിൽ 0.03% അപ്സൈഡ് വന്നു. 17.61 വിക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT ഇന്ന് 1.1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫാർമയിലും ഏകദേശം ഇടിവ് രേഖപ്പെടുത്തി. PSU ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലാണ് സ്ട്രോങ്. കാരണം ഒന്നിനൊന്ന് വരുന്ന ബാങ്കുകൾ നല്ല റിസൾട്ടുകൾ കൊണ്ടുവരുന്നു. അസറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്നു. അത് തീർച്ചയായിട്ടും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സെക്ടർ ഇന്ന് ലീഡ് ചെയ്ത് മാർക്കറ്റിനെ കൊണ്ടുപോയത്. അവസാനം അത്രമാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും അവസാനം ഒരു ചെറിയൊരു അപ്സൈഡോട് കൂടി തന്നെ 10 പോയിൻ്റ് അപ്സൈഡോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് ഓറിയൻറ്റഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നാളെ പ്രധാനമായിട്ടും അനൗൺസ് ചെയ്യാൻ പോകുന്ന റിസൾട്ടുകൾ ഏതൊക്കെ കമ്പനികളാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ലാർജ് ക്യാപ്പിൽ നിന്നും ബജാജ് ഫൈനാൻസ്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, അംബുജ സിമെൻറ്റ്, സിപ്ല, ടൊറൻറ്റ് ഫാർമ, PI ഇൻഡസ്ട്രീസ്, ABB, കാനറ ബാങ്ക്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ഇത്രയും കമ്പനികളുടെ റിസൾട്ട് ലാർജ് ക്യാപ്പിൽ നിന്നും നാളെ എക്സ്പെക്ട് ചെയ്യുന്നു. മിഡ് ക്യാപ്പിൽ നിന്നും ഡോക്ടർ ലാൽപത് ലാബ്, നിപ്പോൺ ലൈഫ് AMC, സെൻട്രൽ ബാങ്ക്, സനോഫി ഇന്ത്യ, വാപ്കോ ഇന്ത്യ, ബിർള സോഫ്റ്റ്, സെൻസാടെക്. IT എല്ലാ മേഖലകളിൽ നിന്നും, ബാങ്കിങ്, IT എല്ലാ മേഖലകളിൽ നിന്നുള്ള റിസൾട്ടുകൾ നാളെയുണ്ട്. സ്മോൾ ക്യാപ്പിൽ നിന്നും IRB ഇൻഫ്ര, MRPL, മഹാനഗർ ഗ്യാസ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, സിംഫണി, സേറ സാനിറ്ററി, ഹൈക്കൽ ലിമിറ്റഡ്, ത്രിവേണി ടർബൈൻ, ഇൻഡോ കൗണ്ട്, മഹീന്ദ്ര ലൈഫ് സ്പാൻസ്, സൂര്യറോഷ്നി, ഗ്രീവ്സ് കോട്ടൺ പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ വരുന്നു. അതുപോലെ തന്നെ മറ്റന്നാൾ, അതായത് ബുധനാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ലാർജ് ക്യാപ്പിൽ നിന്നും ITC ആണ്. നമ്മുടെ മിക്കവാറും സബ്സ്ക്രൈബേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ITC, LNT, നമ്മുടെ എവർഗ്രീൻ പിക്ക് ആയിട്ടുള്ള LNT, മാരുതി സുസുക്കി, ടൈറ്റൺ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, SBI ലൈഫ്, ബജാജ് ഓട്ടോ, ഇൻഡസിൻഡ് ബാങ്ക്, യുണൈറ്റഡ് സ്പിരിറ്റ്, അതുപോലെ തന്നെ PNB, UBL, ലുപിൻ, IOB, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്, ഡാൽമിയ ഭാരത്, സോന BLW, ദീപക് നൈട്രേറ്റ്, ഇത്രയും കമ്പനികൾ, ഒരു വലിയ നിര സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ തന്നെ ബുധനാഴ്ച വരാനുണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ നിന്നും സി എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ നിന്നും സി എൻ്റർടൈൻമെൻറ്റ്,
Cube Investment, Tata Chemicals, Cummins India, Torrent Power, Happiest Mind, SKF India, KPR Mill, Shriram City Union Finance, IAFL Wealth, KEC International, Welspun India, TTK Prestige, Balaji Amines, Megmoney, Magma FinCorp, IEFL Finance, Viber Global, Vardhaman Textile പോലുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരാനുണ്ട്. സ്മോൾ ക്യാപ്പിൽ നിന്നും ലക്ഷ്മി ഓർഗാനിക്സ്, അതുപോലെ തന്നെ ഏജസ് ലോജിസ്റ്റിക് പോലുള്ള വലിയൊരു നിര ഓൾ ടുഗെദർ പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളുമായിട്ട് റിസൾട്ടിൻ്റെ പൊടിപൂരം തന്നെയാണ് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള മാക്സിമം റിസൾട്ടുകൾ, പ്രധാനപ്പെട്ട നാളെയുള്ള റിസൾട്ടുകളുടെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. അതിനനുസരിച്ചിട്ടുള്ള മൊമെൻറ്റുകൾ വലിക്കുന്ന സമയത്ത് സ്റ്റോക്കുകളിൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. സോ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നാളെ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളുടെ റിസൾട്ടുകൾ നമുക്കൊന്ന് മാർക്കറ്റ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നാളെ പ്രധാനപ്പെട്ട റിസൾട്ടിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്താണ്. ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ബാങ്കുകളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പം ഇൻട്രസ്റ്റ് ഇൻകം എത്രമാത്രം കൂടുന്നുണ്ടെന്നാണ് നോക്കുന്നത്. 9% ഉയർച്ചയാണ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ്. ഇതിൽ കൂടുതലായിട്ട് കമ്പനി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്കിലും ഒരു വലിയ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുതന്നെ ലോൺ ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പ്രൊവിഷൻസ് കട്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. പ്രൊവിഷൻ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ബാങ്കുകളുടെ കിട്ടാക്കടത്തിൻ്റെ മേലുള്ള കോൺഫിഡൻസ് കൂടുകയാണ്. അതായത് പണം തിരിച്ച് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് കൂടുന്ന സമയത്താണ് ബാങ്കുകൾ പ്രൊവിഷൻസ് കുറച്ച് വെക്കുക. സോ പ്രൊവിഷൻസിൻ്റെ എമൗണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 7,326 കോടി രൂപയിൽ നിന്ന് ഉയർന്ന് 7,950 രൂപയായി മാറും എന്നാണ് കാണുന്നത്. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1,682 കോടിയിൽ നിന്നും ഉയർന്ന് 2,910 കോടി രൂപ വരെയെങ്കിലും ആകും എന്നുള്ളതാണ് കാണുന്നത്. പ്രൊവിഷൻസ് 4,500 കോടി രൂപയുടെ പ്രൊവിഷൻസ് ഉണ്ടായ സ്ഥാനത്ത് കുറഞ്ഞ് 2,940 കോടി രൂപയുടെ പ്രൊവിഷൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ വരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, അത് ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റിയെ സംബന്ധിച്ച് കാണിക്കുന്നതാണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അത് 3.6% നിന്നും കുറഞ്ഞ് 3.5% ആവാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ലോൺ ഗ്രോത്ത് ഏകദേശം 10% അടുപ്പിച്ച് വരാനാണ് സാധ്യത എന്നാണ് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റേഷൻ കാണിക്കുന്നത്. ഓൾ ടുഗെദർ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്, മോശമല്ലാത്ത റിസൾട്ട് തന്നെയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് സാരം. നാളെ പ്രധാനമായിട്ടും റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്കാണ്. ഇത് ഏകദേശം ഒരു മിക്സ്ഡ് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. കൊടാക് മഹീന്ദ്ര ബാങ്കിൽ നിന്നും ഇപ്രാവശ്യം വലിയൊരു റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രൊവിഷൻസ് കൂടാനുള്ള സാധ്യതകളാണ് ഈ ഒരു ബാങ്കിൽ കാണുന്നത്. മറ്റൊരു ബാങ്കുകൾ പ്രൊവിഷൻസ് കുറക്കുന്ന സമയത്ത് ഈ ബാങ്കിൽ പ്രൊവിഷൻസ് കൂട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. നേരെ മറിച്ച് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 3 മുതൽ 4% ഉയർച്ച പ്രതീക്ഷിക്കുന്നു. പ്രോഫിറ്റ് 16% ഇടിവാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതാണ് കാണുന്നത്. 2,185 കോടി രൂപയിൽ നിന്നും കുറഞ്ഞ് 1,840 കോടി രൂപയായി കുറയാനാണ് പ്രോഫിറ്റുള്ള സാധ്യത. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3,913 നിന്നും കൂടി 4,020 കോടി രൂപ, 3% ഉയർച്ച മാത്രമാണ് കാണിക്കുന്നത്. പ്രൊവിഷൻസ് ഞാൻ ഉദ്ദേശിച്ചത് കൂടാനുള്ള സാധ്യതയാണ്. പ്രൊവിഷൻസ് കുറയാണ് ചെയ്യുന്നത്. കാരണം ലോൺ ഗ്രോത്ത് കൂടുന്നു എന്നുള്ളതാണ്. പ്രൊവിഷൻസിൻ്റെ കാര്യത്തിൽ പ്രൊവിഷൻ കുറയാനാണ് സാധ്യത. ഞാൻ ബൈ മിസ്റ്റേക്ക് പ്രൊവിഷൻ കൂടാൻ എന്നുള്ള സാധ്യതയാണ് പറഞ്ഞത്. ലോൺ ഗ്രോത്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ലോൺ കൂടുക എന്ന് പറയുന്നത്. ബാങ്കുകളെ സംബന്ധിച്ച് ബിസിനസ് കൂടുന്നതിന് ഈക്വൽ തന്നെയാണ്. 11% ഉയർച്ചയാണ് ബാങ്ക് കാര്യങ്ങളിൽ ലോൺ ഗ്രോത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഹോം ലോണിൻ്റെ ഈ സെഗ്മെൻറ്റിൽ കൂടുതലായിട്ടും കൊടാക് മഹീന്ദ്ര ബാങ്കിൽ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പ്രൊവിഷൻസ് ഞാൻ വീണ്ടും തിരുത്തുകയാണ്. പ്രൊവിഷൻസ് 368 കോടി രൂപയിൽ നിന്നും ഉയർന്ന് 625 കോടി രൂപയുടെ പ്രൊവിഷൻസ് വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം 70% അടുപ്പിച്ച് പ്രൊവിഷൻസ് കൂടാനുള്ള സാധ്യതയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത്. ഇതാണ് ഈ റിസൾട്ടിനെ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യത എന്നാണ് കാണുന്നത്. കാരണം പ്രൊവിഷൻസ് മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കൂട്ടുന്നു, മറ്റുള്ള ബാങ്കുകൾ പ്രൊവിഷൻസ് കുറച്ച് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊവിഷൻസിൻ്റെ കേസിൽ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി എന്താണ്, എന്തുകൊണ്ട് പ്രൊവിഷൻസ് കൂട്ടി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഈ ഒരു ക്വാർട്ടറിലാണ് DHFLൻ്റെ 740 കോടി രൂപയുടെ റിക്കവറി ഈ ബാങ്കിന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇഫക്റ്റ് എന്താണ്? അതുപോലെ തന്നെ ഗ്രോസ് NPA കിട്ടാക്കടത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3.56% നിന്നും കുറഞ്ഞ് 3.3% കുറയും എന്നാണ് ബാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ് NPA ഏറ്റവും കുറഞ്ഞത് കിട്ടാക്കടത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1.28 നിന്നും കുറഞ്ഞ് 1.1% ആവുമെന്നും പറയുന്നു. ഇതും ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ആകെയുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസിനെ സംബന്ധിച്ചിട്ടാണ്. എനിക്ക് 2-3 ബാങ്കുകൾ വന്നതുകൊണ്ടാണ് എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു.
പ്രൊവിഷൻസ് ഈ ബാങ്കിൽ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതാണ് ഈ ബാങ്കിൻ്റെ ഈ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത്. ബാക്കിയുള്ള മാനേജ്മെൻറ്റ് കമൻട്രികളും ലോൺ ഗ്രോത്തും ഇനി മറ്റുള്ള കാര്യങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന അനൗൺസ്മെൻറ്റുകളും നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി നാളെ റിസൾട്ടുമായിട്ട് വരുന്നത് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസിലും നല്ല റിസൾട്ട്, കാരണം മാനേജ്മെൻറ്റ് കമൻട്രിയും അതുപോലെ തന്നെ ബിസിനസ് അപ്ഡേറ്റ്സും വളരെ പോസിറ്റീവായിരുന്നു ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. Q2 അപ്ഗ്രേഡ്സ് വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ റിസൾട്ടും നല്ല രീതിയിൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയാം. ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. സെയിൽസ് വളരെ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ എഫിഷ്യൻസി വളരെ കൂടിയതായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി പ്രോഫിറ്റിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇൻട്രസ്റ്റ് ഇൻകം 4100 കോടിയിൽ നിന്ന് ഉയർന്ന് 4720 കോടി രൂപയായി ഉയരാനുള്ള സാധ്യതകളാണ് കമ്പനിയിൽ കാണുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് 965 കോടിയിൽ നിന്നും ഉയർന്ന് 1615 കോടി വരെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഓപ്പറേഷൻസ്, അതായത് ഓൺലൈൻ വഴിയുള്ള കോവിഡിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഓൺലൈൻ പ്രസൻസ് വളരെ ശക്തമായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നു. മൊബൈൽ ആപ്പുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. സോ അതിൻ്റെ ഇഫക്റ്റ് കൂടി ഈ ഒരു റിസൾട്ട് മുതൽ കണ്ടു തുടങ്ങുമെന്നാണ് പറയുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1.37% നിന്നും ഉയർന്ന് 1.67% വരെ വരാനുള്ള സാധ്യതകളാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതും കമ്പനിയെ സംബന്ധിച്ച്, അതായത് 21% അപ്സൈഡ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പ്രൊവിഷൻസ് 1700 നിന്നും കുറച്ച് 1200 കോടി രൂപയായി കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രൊവിഷൻ കുറയുന്നതോടും അത് പ്രോഫിറ്റിലാണ് റിഫ്ലക്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ നാളെ റിസൾട്ട് അനൗൺസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റ് മാനേജ്മെൻറ്റ് പറയുന്ന ബിസിനസ് ഔട്ട്ലുക്ക്, അതുപോലെ തന്നെ കമൻട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ഓപ്പറേഷൻ സ്റ്റൈൽ എന്താണ് കമ്പനിയുടേതെന്നും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ ഗ്രോസ് NPA 2.96 നിന്നും കുറഞ്ഞ് 2.5 ആയിട്ട് കുറയാനുള്ള സാധ്യതകൾ കാണുന്നു. വളരെ നല്ലതായിരിക്കും ഈ ബിസിനസ് സംബന്ധിച്ച്. നെറ്റ് NPA 1.46 നിന്നും കുറഞ്ഞ് 1.3 കുറയാനുള്ള സാധ്യതയും കാണുന്നു. സോ ഓൾ ടുഗെദർ ഒരു ബമ്പർ റിസൾട്ടാണ് നമ്മൾ ബജാജ് ഫിനാൻസ് ഫിൻസർവിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന മറ്റൊരു കമ്പനി സിപ്ലയാണ്. സിപ്ലയുടെ റിസൾട്ട് സ്റ്റേബിൾ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് സിപ്ല, അതായത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. US മാർക്കറ്റിലുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമൻട്രിയാണ് നാളെ പ്രധാനമായിട്ടും സിപ്ലയെ നയിക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ കോവിഡ് റിലേറ്റഡ് മെഡിസിൻസിലുള്ള സെല്ലിങ്ങിലുള്ള ഡിക്രീസ് അല്ലെങ്കിൽ ഡിക്ലൈനാണ് കാണിക്കുന്നത്. കോവിഡ് റിലേറ്റഡ് മെഡിസിനുകളുടെ സെയിൽസ് കുറഞ്ഞതായിട്ട് കാണുന്നു. അതേപോലെ നോൺ കോവിഡ് റിലേറ്റഡ് സെഗ്മെൻറ്റിലെ സെയിൽസ് ഉയർന്നതായിട്ടും കാണുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കാം. അതുപോലെ തന്നെ ഇൻഹെയിലർ സെഗ്മെൻറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഷെയർ എത്രമാത്രം കൂടിയിട്ടുണ്ടെന്നുള്ളതും കാണുന്നു. അതുപോലെ തന്നെ വോളിയം 5 മുതൽ 7% വരെ സെയിൽസ് വോളിയം കൂടിയതായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് പറയാൻ സാധിക്കുന്നത്. സീക്വൻഷ്യൽ ബേസിൽ 3.5% വരെയുള്ള ഉയർച്ച കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. US 5% മുതൽ 7% വരെയുള്ള എക്സ്പെക്റ്റേഷനാണ്, ഉയർച്ചയാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റിൽ 2% കുറവ് വരാനുള്ള സാധ്യതയും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനിൽ കാണുന്നു. സെയിൽസ് 5038 കോടിയിൽ നിന്ന് ഉയർന്ന് 5230 കോടി വരെ പോയേക്കാം എന്നാണ് പറയുന്നത്. 4% അപ്സൈഡ്. പ്രോഫിറ്റ് 1176 നിന്നും 1150 കോടി രൂപയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ. പ്രോഫിറ്റ് പുതിയ മാർക്കറ്റുകൾ എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ പുതിയ US യൂറോപ്പ് മാർക്കറ്റ് അപ്ഡേറ്റ്സുമാണ് പ്രധാനമായിട്ടും ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പ്രതിഫലിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റുകൾ കൂടി മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റേബിൾ സെറ്റ് ഓഫ് നമ്പറാണ് സിപ്ലയിൽ നിന്നും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിനെ ഇന്ന് പ്രധാനമായിട്ടും IPO ഫണ്ടിംഗ് നടത്തുന്ന NBFC കമ്പനികളെ സംബന്ധിച്ചിട്ട് RBI ഇന്നലെ വൈകുന്നേരം ഒരു സർക്കുലർ പുറത്തിറക്കുകയുണ്ടായി. ഇതിൽ പറയുന്നത് IPO ഫണ്ടിംഗ് നടത്തുന്ന പ്രധാനപ്പെട്ട നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ, അതിൽ വരുന്നത് AB ക്യാപിറ്റൽ ഉണ്ട്, JM ഫിനാൻഷ്യൽസ്, അതുപോലെ തന്നെ LNT ഫിനാൻസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെ കുറച്ചുകൂടി കൺട്രോളിലേക്ക് കൊണ്ടുവരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് RBI ഈ സർക്കുലർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ IPO ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു ആൾക്ക് ഒരു ബോറോവറിന് മാക്സിമം 1 കോടി രൂപ വരെ മാത്രമേ കടം കൊടുക്കാവൂ എന്നുള്ള രീതിയിലാണ് സർക്കുലർ വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം 3 NBFCകളെ അപ്രോച്ച് ചെയ്താൽ പോലും മാക്സിമം 1 കോടി രൂപയുടെ ലോണുകൾ മാത്രമേ NBFCകൾ കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്.
അതായത് IPO മാർക്കറ്റിലുള്ള ചാഞ്ചാട്ടങ്ങൾ കുറക്കുക, അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പെൻഡിങ് ചെയ്ത് കൂടുന്നത് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് RBI ഇത് ചെയ്തതെന്നാണ് അറിയുന്നത്. ഇത് പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന IPOകൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യില്ല. കാരണം 1 ഏപ്രിൽ 2022 മുതലാണ് ഇതിൻ്റെ പ്രാബല്യം വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ IPO ഫണ്ടിംഗ് ആയിട്ടുള്ള 3 കമ്പനികളാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. ഒന്ന് AB ക്യാപിറ്റലാണ്, അതുപോലെ തന്നെ L&T ഫൈനാൻസ് ആണ്, JM ഫൈനാൻഷ്യൽസ് പോലുള്ള കമ്പനികളിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത. ഇത് വരുന്ന ദിവസങ്ങളിൽ ഈ ചെറിയൊരു രീതിയിലെങ്കിലും നെഗറ്റീവായിട്ട് ഈ കമ്പനികളെ സംബന്ധിച്ച് വരാം. കാരണം അവർ 15-20 ദിവസത്തേക്കാണ് ഈ ഫണ്ടിങ് നടത്തുന്നത്, മാർജിൻ ഫണ്ടിങ് നടത്തുന്നത്. അപ്പോൾ വലിയ എമൗണ്ട് ഓഫ് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ്ങാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് 1 കോടിയിൽ ലിമിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ കമ്പനികളെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വന്നേക്കാം. പക്ഷേ ഓർമ്മിക്കുക, 1 ഏപ്രിൽ 2022 മുതൽ മാത്രമാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇപ്പോഴുള്ള IPOകൾക്ക് ഇത് ബാധകമല്ല. അടുത്ത പ്രധാനപ്പെട്ട തീരുമാനം നമ്മുടെ ടെക്സ്റ്റൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ നമ്മുടെ 5 വർഷം കൊണ്ട് 10,000 കോടി ഡോളറിൻ്റെ എക്സ്പോർട്ട് ഉന്നം വെച്ചുകൊണ്ട് ഗവൺമെൻറ് വളരെയേറെ പദ്ധതികൾക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല രീതിയിലുള്ള സ്കീമുകളും മറ്റുള്ള കാര്യങ്ങളുമാണ്. കാരണം ഇപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എക്സ്പോർട്ടിൽ 5ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ഇടിവുകൾ സംഭവിച്ചിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 3,000 കോടി ഡോളറിൻ്റെ കയറ്റുമതി മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. 10%-ലധികം ഡൗൺ സൈഡ് നമ്മൾ നേരിട്ടിരുന്നു ഈ സെഗ്മെൻറ്റിൽ. ഏപ്രിൽ ടു ഓഗസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കാണുന്നത് 87% അപ്സൈഡ് നമ്മുടെ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ എക്സ്പോർട്ടിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇത് US, UK, യൂറോപ്പ്, അതുപോലെ തന്നെ സൗദി അറേബ്യ, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണ് നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് കൂടുതലായിട്ട് പോകുന്നത്. 87% അപ്സൈഡ് കഴിഞ്ഞ 5 മാസങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിച്ച് മാക്സിമം 10,000 കോടി ഡോളറിൻ്റെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റായിട്ട് ഇന്ത്യ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മിനിസ്ട്രി പ്ലാൻ ചെയ്യുന്ന പല പ്രോഗ്രാമുകളും വരുന്ന ദിവസങ്ങളിൽ അനൗൺസ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഫോക്കസ് ആയിട്ടുള്ള കമ്പനികളായിട്ടുള്ള അരവിന്ദ് ഫാഷൻ, വെൽസ്പൺ, അംബിക കോട്ടൺ, ഹിമ്മത് സിംഗ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരിക്കാം. ഇതിൽ നമ്മൾ ഒരു പ്രത്യേക വീഡിയോ ഒക്കെ ചെയ്തിരുന്നൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വെൽസ്പൺ ഇന്ത്യ 140 നിലവാരത്തിൽ നിന്നും ആ സ്റ്റോക്ക് 170 രൂപ വരെയൊക്കെ പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അപ്പാരൽ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ളൊരു കമ്പനി തന്നെയാണ് വെൽസ്പൺ ഇന്ത്യ. ഇപ്പോഴും കറക്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വെൽസ്പൺ ഇന്ത്യ, അരവിന്ദ്, അംബിക കോട്ടൺ, ഹിമ്മത് സിംഗ ഇങ്ങനെയുള്ള കമ്പനികൾ നല്ല സ്റ്റോക്കുകൾ നോക്കി നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്കീമുകളുടെ അനൗൺസ്മെൻറ്റും മറ്റും വരികയാണെങ്കിൽ വരുന്ന ക്വാർട്ടറുകളിൽ നല്ല റിസൾട്ടുകൾ ഈ സെഗ്മെൻറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികൾ കൂടി നമുക്ക് നോക്കാം. മംഗളം ഓർഗാനിക്സ് 22.3 കോടി രൂപയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14.3 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഉയർന്നിരിക്കുന്നത്. 86 കോടിയിൽ നിന്നും 143 കോടി രൂപയായി സെയിൽസും ഈ കമ്പനിയുടേത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. HDFC AMCയുടെ റിസൾട്ടിൽ 344 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 338 കോടി രൂപയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടെക് മഹീന്ദ്രയുടെ റിസൾട്ട് 1,065 കോടിയിൽ നിന്നും ഉയർന്ന് 1,339 കോടി രൂപയായി മാറിയിരിക്കുന്നു പ്രോഫിറ്റ്. അതുപോലെ തന്നെ കൻസൈ നെറോലാക്ക് വളരെ നല്ല റിസൾട്ട് 168 കോടിയിൽ നിന്നും പ്രോഫിറ്റ് കുറഞ്ഞ് 192 കോടി രൂപയായി മാറിയിരിക്കുന്നു. ഇൻകം 9,372 കോടിയിൽ നിന്ന് ഉയർന്ന് 10,881 കോടി രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കോൾഗേറ്റ് പാമോലീവ് അവരുടെ പ്രോഫിറ്റും 269 കോടി രൂപയുടെ പ്രോഫിറ്റാണ്. കഴിഞ്ഞ വർഷം 274 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ റാംകോ സിമെൻറ്റ് 240 കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഉയർന്ന് 515 കോടി രൂപയായി മാറിയിരിക്കുന്നു. വളരെ നല്ല റിസൾട്ട് പ്രോഫിറ്റ് വൈസ് റാംകോ സിമെൻറ്റിനെ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇൻകം 1,200 കോടിയിൽ നിന്ന് ഉയർന്ന് 1,500 കോടി രൂപയായി മാറിയിരിക്കുന്നു. അപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിൽ പ്രധാനമായിട്ടും റാംകോ സിമെൻറ്റിൻ്റെ റിസൾട്ട് വളരെ നന്നായി പ്രോഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ മാക്സിമം വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടി പോകുന്നു. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് സെഷൻ ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കാം. മിക്കവാറും 18,000 to 17,950 സപ്പോർട്ട് റേഞ്ചും 18,300 to 350 അപ്പർ സൈഡിലും നിഫ്റ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, റിസൾട്ട് സമയമാണ്. ഇൻഡെക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ. അല്ലാതെ വരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എൻട്രി നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്വിംഗ് ബേസിൽ നല്ല സ്റ്റോക്കുകളുടെ എൻട്രി എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഓർമ്മിക്കുക,
പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ മുകളിലുണ്ട്. അതിനെപ്പറ്റി ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ റിസൾട്ടുകളാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ചൈനയിൽ നിന്നും പുതിയ കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ഏഷ്യൻ മാർക്കറ്റിനെ രാവിലെ ഒന്ന് തണുപ്പിച്ചിരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു മയത്തോടു കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ US മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പ്ലസ് ഏഷ്യൻ മാർക്കറ്റിൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വരികയാണെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഓൾ ടുഗെദർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ സ്റ്റാർ സിമെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് സ്റ്റാർ സിമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ അറ്റ് എ ഗ്ലാൻസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം മറ്റൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളോടൊപ്പം ചേർന്ന് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കുകൾ ഉപയോഗിച്ച് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അതുപോലെ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് റിസർച്ചിനും അതുപോലെ തന്നെ സ്വിംഗ് സജഷൻസിനുമായിട്ട് ചാനലിൻ്റെ ജോയിൻ ബട്ടണും നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവർ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.